+2 physics questions from Electrostatics. First one. The key S is kept closed to allow the capacitors charged. After opening the switch, a dielectric slab of constant 6 is introduced between the plates of C3. Find the new potential of C2 and C3 and charge in each. ഇതാണ് തന്നിരിക്കുന്ന സർക്യൂട്ട്. C1, C2, C3. സ്വിച്ച് എസ്, ദിസ് ഈസ് 12 വോൾട്ട്. ആദ്യം സ്വിച്ച് ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് കപ്പാസിറ്റർ എല്ലാം ചാർജ് ചെയ്യും. അത് കഴിഞ്ഞ് എസ് അങ്ങ് ഓപ്പൺ ചെയ്യുക. എങ്കിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിലെ രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ എത്ര, ഇതിലെ ഓരോന്നിലെയും ചാർജ് എത്ര, ഇതാണ് കാണേണ്ടത്. ആദ്യം സ്വിച്ച് ക്ലോസ് ചെയ്തിരിക്കുന്ന സമയത്ത് when switch S is closed, ഈ C2 C3 കോമ്പിനേഷൻ വലിച്ചെടുത്ത ചാർജ് ശ്രദ്ധിച്ച് നോക്കണം. ഇതിൻ്റെ പൊട്ടൻഷ്യൽ വോൾട്ടേജ് ഇപ്പം 12 വോൾട്ടാണ്. ഇത് രണ്ടിൻ്റെയും കൂടെ ചേർന്നാലും 12 വോൾട്ടാണ്. കാരണം ഇതും നേരിട്ട് ബാറ്ററിയുമായിട്ട് കണക്ഷനുണ്ട്, ഈ കോമ്പിനേഷനും നേരിട്ട് ബാറ്ററിയുമായിട്ട് കണക്ഷനുണ്ട്. ഇതും പാരലൽ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജും 12 വോൾട്ട് തന്നെയാണ്, ബാറ്ററിയുമായിട്ട് നേരിട്ട് കണക്ഷനുണ്ട്. ഇത് രണ്ടിൻ്റെയും കൂടെ ഇപ്പോൾ ചാർജ് ഡ്രോൺ ബൈ C2 C3 കോമ്പിനേഷൻ Q ഈക്വൽസ് രണ്ടിൻ്റെയും കൂടി ഇക്വലൻ കപ്പാസിറ്റൻസ് C2 + C3 പാരല്ല. C2 + C3 ഇൻറ്റു V ഈസ് 12. അപ്പോൾ C2 + C3 എന്ന് പറഞ്ഞാൽ 2 + 3 5 × 12 60 മൈക്രോ കുളം. ഇനി ബാറ്ററി അങ്ങ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴും ഇതിനകത്ത് ഈ കോമ്പിനേഷനിൽ 60 മൈക്രോ കുളംബ് ചാർജ് ഉണ്ട്. അപ്പോൾ സ്വിച്ച് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം സ്വിച്ച് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ ചാർജ് ഇൻ ദി C2 C3 കോമ്പിനേഷൻ Q ഈക്വൽ 60 മൈക്രോ കുളംബ്. നോട്ട് മൈക്രോ ഫാരഡ്, മൈക്രോ കുളംബ്. എങ്കിൽ എന്നിട്ട് ഡയലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഡയലക്ട്രിക് സ്ലാബ് ഒരു C കപ്പാസിറ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്റർ പ്ലേറ്റ്സിന് ഇടയ്ക്കോട്ട് ഡയലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസ് ഇൻക്രീസസ് εr ടൈംസ്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഡയലക്ട്രിക് മെറ്റീരിയലിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് എത്രയാണോ അത്രയും ടൈംസ് ആയിട്ട് കപ്പാസിറ്റൻസ് കൂടും. ഇവിടെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് 6 ഉള്ള മെറ്റീരിയലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ C3യുടെ കപ്പാസിറ്റൻസ് 6 ടൈംസ് ആയിട്ട് കൂടും. അപ്പോൾ capacitance of C3 after introducing this slab becomes 6 × C3 equals 6 × C3 is 3 microfarad, that is 18 microfarad. എങ്കിൽ ഈ കോമ്പിനേഷൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണം. കോമ്പിനേഷൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ Q/C നിർത്താൻ മതി. ആ കോമ്പിനേഷനിലുള്ള ചാർജ് ബൈ കോമ്പിനേഷൻ്റെ കപ്പാസിറ്റൻസ്. കോമ്പിനേഷനിലെ ചാർജ് മുമ്പേ ഉള്ളത് തന്നെ 60 മൈക്രോ കുളംബ് ബൈ ഇപ്പോൾ ഇക്വലൻ കപ്പാസിറ്റൻസ് 18 + 2. ഇപ്പോൾ C3 എന്ന് പറയുന്നത് 18 പ്ലസ് C2 ഈസ് 2. ഇപ്പോൾ 18 + 2 ദറ്റ് ഈസ് 3 വോൾട്ട്. അപ്പോൾ ഒരാൻസറായി. ഇപ്പോൾ കോമ്പിനേഷൻ ഡയലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ C2 C3 കോമ്പിനേഷൻ്റെ പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 3 വോൾട്ട്. ഇനി ചാർജ് ഇൻ C2
എന്ന് പറയുന്നത് Q2 ഈക്വൽ C2 ഇൻറ്റു വി. ദറ്റ് ഈസ് 2 ഇൻറ്റു 3. C2 C3 ഇപ്പം പാരല്ല എപ്പോഴും. രണ്ടിനും വോൾട്ടേജ് ഇപ്പോൾ ഈ 3 തന്നെയാണ്. അപ്പോൾ C2 ഇൻറ്റു വി ദറ്റ് ഈസ് 2 ഇൻറ്റു 3 6 മൈക്രോ കൂളം. ചാർജ് ഇൻ C3 ഈക്വൽസ് ഇപ്പോൾ C3യുടെ കപ്പാസിറ്റൻസ് ഡയലക്ട്രിക്സ് ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് 18 മൈക്രോ ഫാരഡ് ഇൻറ്റു കോമൺ പൊട്ടൻഷ്യൽ, ഇപ്പോഴത്തെ പൊട്ടൻഷ്യൽ 3 ഈസ് 54 മൈക്രോ കൂളം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 60 തന്നെ കിട്ടും. Q1 പ്ലസ് Q2 പ്ലസ് Q3. ഇനിയും ദാറ്റ് ഇസ് ഓൾ. ആ ചോദ്യം അത്രേ ഉള്ളൂ. അപ്പോൾ ഫിഗർ ഒന്നുകൂടെ കാണിക്കുന്നു. ഫിഗർ 12 വോൾട്ട് ബാറ്ററി, C1 1 മൈക്രോ ഫാരഡ്, സ്വിച്ച് C2 2 മൈക്രോ ഫാരഡ്, C3 3 മൈക്രോ ഫാരഡ്. Okay. Another one. A 5 microfarad capacitor charged to 40 volts is allowed to share its charge with an uncharged capacitor of value 3 microfarad. Find the charge in each and the loss of energy. ഇതാണ് ചോദ്യം. അപ്പോൾ C1 5 മൈക്രോ ഫാരഡ്, അതിൻ്റെ വോൾട്ടേജ് 40 വോൾട്ട്. ഇപ്പോൾ C2 3 മൈക്രോ ഫാരഡ്, അതിൻ്റെ വോൾട്ടേജ് അൺചാർജ്ഡ് കപ്പാസിറ്റർ, അപ്പോൾ വോൾട്ടേജ് 0. ആദ്യം ഇതിലെ ചാർജ് അങ്ങ് കണ്ടുപിടിക്കണം. Q1 ഈക്വൽ ബിഫോർ ഷെയറിങ്, ചാർജ് ഷെയർ ചെയ്യാൻ അനുവദിക്കുന്നതിന് മുമ്പ് ഇതിലുള്ള ചാർജ് Q1 ഈക്വൽ C1 V1 ഈക്വൽസ് 5 ഇൻറ്റു 40 200 മൈക്രോ കൂളം. ചാർജ് ഇൻ C2 Q2 ഈക്വൽസ് 0. ഇനി ഇത് രണ്ടും കൂടെ ഷെയർ ചെയ്യാനായിട്ട് കണക്ട് ചെയ്യുക. ഈ ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് പാരലൽ കണക്ഷനാണ്. ടോട്ടൽ ചാർജ് ഇൻ ദി കോമ്പിനേഷൻ, ഈ കോമ്പിനേഷനിലെ ടോട്ടൽ ചാർജ് Q ഈക്വൽസ് Q1 പ്ലസ് Q2. ദറ്റ് ഈസ് Q1 ഈസ് 200 പ്ലസ് Q2 ഈസ് 0 ഓർ 200 മൈക്രോ കൂളം. ഇത് രണ്ടിൻ്റെയും കൂടി ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് C ഇക്വലൻ്റ് ഈക്വൽ C1 പ്ലസ് C2 പാരല്ല. ദറ്റ് ഈസ് 8 3 പ്ലസ് 2 5 പ്ലസ് 3 8 മൈക്രോ ഫാരഡ്. എങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ, കോമൺ പൊട്ടൻഷ്യൽ V ഈക്വൽസ് Q ബൈ Z ഇക്വലൻറ്റ്. That is total charge by equivalent capacitance. That is 200 by 8 or 25 volt. ഇതാണ് എൻ്റെ കോമൺ പൊട്ടൻഷ്യൽ ആഫ്റ്റർ ഷെയറിങ്. ഇനി എൻ്റെ ലോസ് ഓഫ് എനർജി കാണണം. എനർജി ബിഫോർ ഷെയറിങ് W1 ഈക്വൽസ് ഹാഫ് C1 V1 സ്ക്വയർ. സെക്കൻഡ് കപ്പാസിറ്ററിൽ ചാർജ് ഒന്നും ഇല്ലായിരുന്നു ആദ്യം, അപ്പോൾ അതിന് എനർജി 0. അപ്പോൾ C1 മാത്രമേ എനർജി ഉള്ളൂ. W1 ഈക്വൽസ് ഹാഫ് C1 V1 സ്ക്വയർ ഈക്വൽസ് ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 40 സ്ക്വയർ. ദറ്റ് ഈസ് 4000 മൈക്രോ ജൂൾ. ഇത് മൈക്രോ ഫാരഡിൽ ഇരിക്കുന്നത് മൈക്രോ ജൂൾ. ദെൻ ഫൈനൽ എനർജി ആഫ്റ്റർ ഷെയറിങ് W2 ഈക്വൽസ് ഹാഫ് CV സ്ക്വയർ. ഇറ്റ്സ് ഹാഫ് ഇൻറ്റു ഷെയറിങ് കഴിയുമ്പോൾ രണ്ട് കപ്പാസിറ്ററും കൂടെ ചേർന്ന് 5 പ്ലസ് 3 8 ആകുക. കോമ്പിനേഷൻ്റെ കപ്പാസിറ്റൻസ് വേണം ഇവിടെ എടുക്കാൻ.
into V, a common potential 25 square. That is 2500 microjoule. Then loss of energy delta W equals W initial energy minus final energy is 4000 minus 2500, or that is 1500 microjoule. That is the answer. Thank you.